നമ്മൾ പഠിക്കുന്നത് സ്വദേശ് മെഗാ ക്വിസിൻ്റെ 2018 സബ് ജില്ല UP തലം ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യന്, നെഹ്റുവിൻ്റെ ആദ്യത്തെ പൊതുപ്രസംഗം എവിടെ വെച്ചായിരുന്നു? അലഹബാദ്, 1915. 2. സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യത്തെ വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഏത്? 1930. ഇത് കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. 2018 ചോദ്യമാണ്. നമുക്ക് 2025 ചോദ്യം ഉണ്ടാവുക. അപ്പോൾ മക്കൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. 4. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ആൻസർ വിൻസ്റ്റൺ ചർച്ചിൽ. ജനഗണമന ആദ്യമായി ആലപിച്ചത് ഏത് ചടങ്ങിലാണ്? കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ. 5ാമത്തെ ക്വസ്റ്റ്യന്, അൺഹാപ്പി ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആര്? ആൻസർ ലാല ലജ്പത് റായ്. 6ാമത്തെ ക്വസ്റ്റ്യന്, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു? ചമ്പാരൻ സമരം. 8. ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധി സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? ആൻസർ JB കൃപലാനി. മിൻറ്റോ മോർലി പരിഷ്കാരത്തിൻ്റെ മറ്റൊരു പേരെന്ത്? ഇന്ത്യൻ കൗൺസിൽ ആക്ട്. 10ാമത്തെ ക്വസ്റ്റ്യന്, ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11. ആരുടെ ജന്മദിനമാണ്? ആൻസർ മൗലാന അബുൽ കലാം ആസാദ്. അദ്ദേഹം ജനിച്ചത് മക്കയിലാണ്. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. നെക്സ്റ്റ്, ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ഈ വർഷം, അതായത് 2018 ആഘോഷിച്ചത്? 2018 72ാമതാണ് അല്ലേ. അപ്പോൾ 2025 29ാമത് സ്വാതന്ത്ര്യ ദിനം. 12ാമത്തെ ക്വസ്റ്റ്യന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം ഏത്? 1885. 11. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ധീര വനിതയായിരുന്ന ഝാൻസി റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ പേരെന്ത്? മണികർണിക. 3 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. മക്കൾ ശ്രദ്ധിക്കണം കേട്ടോ. കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ക്ലാസ്സുകൾ വിട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് പഠിക്കുക. ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. 14. അന്തർദേശീയ അഹിംസാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഒക്ടോബർ 2. ടൈം ബ്രേക്കർ ക്വസ്റ്റ്യൻസ് ആണ്. 1. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട വർഷം ഏത്? 1949. 2. ഇന്ത്യയിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച സംഭവം ഏത്? ദണ്ഡി യാത്ര അല്ലെങ്കിൽ ഉപ്പു സത്യാഗ്രഹം. ഇത് നടന്നത് 1930. 2. ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയതാര്? സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തിന് വിളിച്ചിരുന്നത് നേതാജി എന്നാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യന്, 48ാമത് സ്റ്റേറ്റ് ഫിലിം അവാർഡിൽ ഏറ്റവും നല്ല നടനായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? ആനുകാലിക ചോദ്യങ്ങളാണല്ലേ. 2018 ചോദ്യങ്ങളാണ്. വീണ്ടും പറയാണ്, മുൻവർഷത്തെ ചോദ്യപേപ്പർ നോക്കുമ്പോൾ ആനുകാലിക വിവരങ്ങൾ ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കണം കേട്ടോ. നെക്സ്റ്റ്, ജവഹർലാൽ നെഹ്റു എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു? ആൻസർ 6 തവണ. ഓക്കെ മക്കളെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.